മക്ക വിജയത്തിന്റെ നിറപ്പകിട്ടാർന്ന ഓർമ്മകളാണ് പരിശുദ്ധ കഅബയുടെ താക്കോല് കാണുമ്പോൾ മനസ്സിലേക്ക് ആദ്യമായി കടന്നുവരിക. മക്ക വിജയത്തിന്റെ മുമ്പ് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഉസ്മാൻ ബിൻ ത്വൽഹയായിരുന്നു. ഹിജറയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ കഅബയുടെ അടുത്തേക്ക് ഒരു ദിവസം വരികയുണ്ടായി. കഅബയിൽ കയറി പ്രാർത്ഥിക്കലായിരുന്നു ഉദ്ദേശം. ഉസ്മാൻ ബിൻ ത്വൽഹയോട് കഅബയുടെ താക്കോൽ ചോദിച്ചപ്പോൾ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം ശകാരിക്കുകയുണ്ടായി. കഅബയുടെ താക്കോൽ നൽകാത്ത ഉസ്മാൻ ബിൻ ത്വൽഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഒരു ദിവസം എൻ്റെ കയ്യിൽ ഈ താക്കോൽ വന്നു ചേരും. അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ താക്കോൽ ഞാൻ നൽകുകയും ചെയ്യും. മുസ്ലിമീങ്ങൾ പരിശുദ്ധ മക്ക വിജയിച്ചടക്കിയ ആ ദിവസം വന്നു ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ കഅബയുടെ താക്കോൽ ആരെ ഏൽപ്പിക്കുമെന്ന് മുസ്ലിമീങ്ങൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയ ആ ദിവസം പല സ്വഹാബികളും ആഗ്രഹിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ താക്കോൽ ഉസ്മാൻ ബിൻ ത്വൽഹയെ തന്നെ ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഉസ്മാൻ ബിൻ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല.